ചൈനയുടെ കറൻസിയായ യുവാന്റെ മൂല്യം കുറയാൻ അനുവദിക്കില്ലെന്ന് ചൈനയുടെ കേന്ദ്ര ബാങ്ക് പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്ന് പൊതുമേഖലാ ബാങ്കുകളെ US ഡോളറിന്റെ വാങ്ങലുകൾ കുറയ്ക്കാൻ പ്രേരിപ്പിച്ചു. ഇത് ഡോളറിന്റെ മൂല്യം വേഗത്തിൽ കുറയാൻ കാരണമാകും. ഡോളറിനെ ആശ്രയിക്കുന്ന മറ്റ് ബിസിനസ്സുകൾ വളരെ വേഗത്തിൽ ഇടിഞ്ഞു വീഴുകയും ചെയ്യും. ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അതിന്റെ ഉച്ചസ്ഥായിലെത്തി നിൽക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്ക് മേലുള്ള തീരുവ വർദ്ധിപ്പിക്കുന്നത് തുടരുന്നു. എന്നാൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്കുള്ള തീരുവ 90 ദിവസത്തേക്ക് ട്രംപ് നിർത്തിവെച്ചു. ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും 10% അടിസ്ഥാന നികുതി ചുമത്തിയത്. ഈ പുതിയ പ്രതികാര താരിഫ് പ്രകാരം യൂറോപ്യൻ യൂണിയൻ 20% നിരക്കും ചൈന 34% താരിഫും നേരിടുന്നു. ഇന്ത്യ 26%, ദക്ഷിണ കൊറിയ 25%, ജപ്പാൻ 24% നികുതി ചുമത്തും. കംബോഡിയയ്ക്ക് 49%, വിയറ്റ്നാം 46%, ശ്രീലങ്ക 44% എന്നിങ്ങനെയാണ് ഏറ്റവും ഉയർന്ന തീരുവ ചുമത്തിയിരിക്കുന്നത്. ചൈനയ്ക്ക് 34%, യൂറോപ്യൻ യൂണിയന് 20%, ജപ്പാന് 24% എന്നിങ്ങനെയാണ് തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ട്രംപ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്കുള്ള തീരുവ 90 ദിവസത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു. അതേസമയം ചൈനയ്ക്ക് മേലുള്ള തീരുവ ട്രംപ് നിർത്തലാക്കിയിട്ടില്ല. ചൈനയ്ക്ക് മേലുള്ള തീരുവ തുടരുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൈനയുടെ പിന്തുണയോടെ US താരിഫ് സംഘർഷം 2025 ഏപ്രിൽ 8 മുതൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ശക്തമാക്കുകയായിരുന്നു. ഇത് ആഗോളതലത്തിലുള്ള വ്യാപാരത്തിന് തിരിച്ചടിയായി. അമേരിക്കയുടെ ഇറക്കുമതി തീരുവകൾക്ക് പ്രതികാരമായി ചൈന US ഇറക്കുമതിക്ക് 34% അധിക തീരുവ ചുമത്തി. ഇതിൽ പ്രകോപിതനായ ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്ക് ഒരു ദിവസത്തെ സമയപരിധി നൽകി. അപ്പോഴേക്കും ചൈന അധിക തീരുവകൾ പിൻവലിക്കണമെന്ന് ട്രംപ് മുന്നറിയിപ്പും നൽകി. അല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞു. സമയപരിധി അവസാനിച്ചതോടെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ 104% വർദ്ധിപ്പിക്കാൻ ട്രംപ് ഉത്തരവിട്ടു. മറുപടിയായി ചൈന അമേരിക്കൻ ഇറക്കുമതികൾക്ക് 84% അധിക തീരുവ ഏർപ്പെടുത്തി. ഇതിന് പിന്നാലെയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 400% തീരുവ ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഈ വെഡ്ജ് ടു ഡോളർ സംഘർഷത്തിന്റെ ഭാഗമായി ചൈനയുടെ കേന്ദ്ര ബാങ്ക് അവരുടെ രാജ്യത്തിന്റെ കറൻസിയായ യുവാന്റെ മൂല്യം കുറയാൻ അനുവദിക്കില്ലെന്നും പ്രഖ്യാപിച്ചു. ഇത് പൊതുമേഖലാ ബാങ്കുകളെ US ഡോളറിന്റെ വാങ്ങലുകൾ കുറയ്ക്കാൻ പ്രേരിപ്പിച്ചു. ഇത് ഡോളറിന്റെ മൂല്യം വേഗത്തിൽ കുറയാൻ കാരണമാകും. ഡോളറിനെ ആശ്രയിക്കുന്ന മറ്റ് ബിസിനസ്സുകൾ വളരെ വേഗത്തിൽ ഇടിഞ്ഞു വീഴും. ഈ മാസം ഇതുവരെ ചൈനയുടെ യുവാന്റെ മൂല്യം ഏകദേശം 1.3% കുറഞ്ഞു. ഇന്നലെ മാത്രം ഡോളറിനെതിരെ യുവാന്റെ മൂല്യം 7.35% കുറഞ്ഞു. ഇത് തടയുന്നതിനായി ഡോളർ വാങ്ങലുകൾ തടഞ്ഞു. ഇതിനു പിന്നാലെ ചൈനയിൽ നിന്നുള്ള അപൂർവ ധാതുക്കളും മൂലകങ്ങളും കയറ്റുമതി ചെയ്യുന്നത് നിർത്തുമെന്ന് രാജ്യത്തെ സർക്കാർ ഇതിനകം പ്രഖ്യാപിച്ചു. ചൈനയ്ക്ക് മേൽ അമേരിക്ക ചുമത്തിയ പരസ്പര തീരുവകൾക്ക് മറുപടിയായാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഈ പ്രഖ്യാപനം നടത്തിയത്. US ജിയോളജിക്കൽ സർവേ 50 ധാതുക്കളെയാണ് പ്രധാനമായി തരംതിരിക്കുന്നത്. അതായത് ഇത് അപൂർവ ധാതുക്കളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. കോബാൾട്ട്, ലിഥിയം, മാംഗനീസ്, നിക്കൽ എന്നിവ ഊർജ്ജ സംഭരണ സംവിധാനങ്ങളിലും ഇലക്ട്രിക് വാഹനങ്ങളിലും ഉപയോഗിക്കുന്നു. അതേസമയം ചെമ്പ് സോളാർ പാനലുകളിലും ഇലക്ട്രിക്കൽ കണക്ഷനുകളിലും ഇവ ഉപയോഗിക്കുന്നു. PV പാനലുകളിൽ സിലിക്കണും ലിഥിയം അയൺ ബാറ്ററികളിൽ ഗ്രാഫൈറ്റും ഉപയോഗിക്കുന്നു. സൗരോർജ്ജ സെല്ലുകളിൽ ആർസനിക്, ഗാലിയം, ടെല്ലൂറിയം എന്നിവ ഉപയോഗിക്കുന്നു. ഈ ധാതുക്കളുടെ ആഗോള ഉൽപാദനത്തിന്റെ 60% നിയന്ത്രിക്കുന്നത് ചൈനയാണ്. അതുപോലെ ആഗോളതലത്തിൽ ഈ ധാതുക്കൾ ഉപയോഗിക്കുന്ന സംസ്കരണ ശേഷിയുടെ 85% നിയന്ത്രിക്കുന്നത് ചൈനയാണ്. ബാക്കിയുള്ള ശേഷി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇന്തോനേഷ്യ തുടങ്ങിയ ഉയർന്ന ചൈനീസ് നിക്ഷേപമുള്ള രാജ്യങ്ങളിലാണ്. ചൈനയിൽ നിന്നുള്ള അപൂർവ ഭൂമിധാതുക്കളും മൂലകങ്ങളും കയറ്റുമതി ചെയ്യുന്നത് നിർത്തുമെന്ന് ഈ രാജ്യത്തെ സർക്കാർ പ്രഖ്യാപിച്ചു. ഈ സാഹചര്യത്തിലാണ് ചൈനയിൽ നിന്നുള്ള അപൂർവ ഭൂമിധാതുക്കളും മൂലകങ്ങളും കയറ്റുമതി ചെയ്യുന്നത് നിർത്തുമെന്ന് ചൈനീസ് സർക്കാരും പ്രഖ്യാപിച്ചത്. ചൈനയും US തമ്മിലുള്ള താരിഫ് യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. ചൈനയേക്കാൾ കൂടുതൽ അമേരിക്കയാണ് ചൈനയെ കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത്. ചൈന അമേരിക്കയെ ആശ്രയിക്കുന്നില്ലെന്ന് തന്നെ പറയാം. ചൈനീസ് സാധനങ്ങൾ ഇല്ലാതെ അമേരിക്കയ്ക്ക് പ്രവർത്തിക്കാൻ പോലും കഴിയില്ല. അത്രയും ഉയർന്നതാണ് ചൈനയുടെ ഉൽപാദനം. ചൈനീസ് സാധനങ്ങളില്ലാതെ അമേരിക്കയെ ഇത് സാരമായി ബാധിക്കും.